നമസ്കാരം. ഒരു പ്രയോജനവുമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചെന്നാലും അവിടെയെല്ലാം ചെന്ന് ഭാരതത്തിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ ജനങ്ങളെയും അപമാനിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന വിദേശ പൗരത്വമുള്ള കോൺഗ്രസിന്റെ നേതാവ് വീണ്ടും മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിടുവായുത്തം വായിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടേയിരിക്കും. അത് നരേന്ദ്രമോദിയോ BJPയോ അല്ല, ഇക്കുറി തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ്. അതായത് ഇനി വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് രാഹുലിന് ഏറെക്കുറെ ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ എടുത്തു വയ്ക്കുകയാണ്. ആ മുൻകൂർ ജാമ്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇരയാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഈ വർഷം അവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയം ഉറപ്പായി രാഹുലിന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി തെറ്റായ ഒരു പുകമറ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തിയതിന് രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് ഉത്തരവിടാൻ സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷന് കഴിയുകയും ചെയ്യും. കൂടാതെ വിലക്കുൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കടന്നാലും അതിശയപ്പെടാനൊന്നുമില്ല. കാരണം ഇത് രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങുന്നതാണ്. ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ ഇല്ലാതാക്കുകയാണെന്ന് ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഓരോ ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ തെളിവ് കൊണ്ടുവരൂ രാഹുൽ ഗാന്ധി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ പിന്നെ ഒരു 2-3 മാസത്തേക്ക് രാഹുൽ ഗാന്ധി വാ അടച്ച് മിണ്ടാതിരിക്കും. പിന്നെ ഈ വാർത്തകളെല്ലാം തന്നെ കെട്ടടങ്ങുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വീണ്ടും ഓരോ ആരോപണങ്ങളായിട്ട് വരും. വീണ്ടും തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും മിണ്ടാതിരിക്കും. ഇതാണ് നമ്മുടെ പപ്പുമോനായ രാഹുൽ ഗാന്ധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 45 ദിവസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ CCTV, വെബ്കാസ്റ്റിംഗ്, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. CCTV ദൃശ്യങ്ങൾ നൽകാനാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. ദൃശ്യങ്ങളും നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. മാച്ച് ഫിക്സഡ് ആണ്. എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെ മാത്രം നടക്കുമെന്ന് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഈ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മറുപടിയാണ് വരും ദിവസങ്ങളിൽ നിർണായകമാവുക. ഇക്കഴിഞ്ഞ മെയ് 30-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ ഇലക്ടറൽ ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് ഒരു നിർദ്ദേശമുള്ളത്. അതായത് ഇലക്ട്രോണിക് ഡേറ്റ ഉപയോഗിച്ചുള്ള ദുരുദ്ദേശപരമായ പ്രചാരണം തടയാനെന്ന പേരിലാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് ഫലം 45 ദിവസത്തിനുള്ളിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ നശിപ്പിക്കാമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പരാതികളുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് ജനാധിപത്യ നിയമത്തിലെ വ്യവസ്ഥ. ഈ സമയപരിധി കണക്കിലെടുത്താണ് ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സമയവും 45 ദിവസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിജപ്പെടുത്തിയത്. ഡിസംബറിൽ CCTV ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാവില്ല എന്ന് വ്യക്തമാക്കി വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടുത്ത നിർദ്ദേശം വന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപണം ഉന്നയിച്ച് പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. ഇത് കാരണമാണ് ഇതെല്ലാമെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് തോറ്റുകഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ജയിക്കാൻ വേണ്ടി കമ്മീഷൻ എന്തോ ഉടായ്പ കാണിച്ചു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരും. തെരഞ്ഞെടുപ്പ് തോൽക്കുന്ന സമയത്ത് അതാത് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ കോൺഗ്രസിന്റെ എക്കാലത്തെയും അവരുടെ ഒരു തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ തന്നെ ആ ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വിടണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണം, അല്ലെങ്കിൽ VVPAT ഉടായ്പാണ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായ രീതിയിലല്ല നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇതാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഏത് പാർട്ടി ആരെയൊക്കെ ജയിപ്പിച്ചാൽ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന്. കാരണം പണ്ടത്തെ പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്ന് വോട്ട് ചെയ്ത് പോകുന്നതല്ല ഇപ്പോൾ ജനങ്ങൾ. ഓരോ വാർത്തകളും ഓരോ കാര്യങ്ങളും അവർ വിശദീകരണമായി തന്നെ നോക്കുന്നുണ്ട്. അവരെല്ലാം വിശകലനം ചെയ്യുന്നുണ്ട്. കൃത്യമായി അതിന് ഓരോ വാർത്തകളും കീറി മുറിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.